അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്നലെ നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ നല്ല ഡിഫൻഡേഴ്സിനെ നമ്മൾ എങ്ങനെ ബീറ്റ് ചെയ്യണം. അതേപോലെ നിങ്ങൾ നല്ലൊരു ഡിഫൻഡർ ആയിരിക്കുകയാണെങ്കിൽ നല്ലൊരു സ്ട്രൈക്കേഴ്സ് വന്നാൽ അവരെ നിങ്ങളെ എങ്ങനെ അവരെ സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് നിർത്താന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അധികം ഭയങ്കര ഒരു സൂപ്പർ ഫാസ്റ്റ് ആയിട്ടുള്ള നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള സ്ട്രൈക്കർമാരെ നമുക്ക് പിടിച്ചു നിർത്താൻ കുറച്ച് പാടാണ്. അപ്പോൾ ഈ ചില ഐഡിയകൾ വെച്ച് നമ്മൾ ഡിഫെൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് വൺ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. നമ്മളിപ്പോൾ ഡിഫെൻഡിങ് ഒരു സൈഡോ സെൻറ്ററോ എവിടെയോ നിൽക്കുവാണെങ്കിൽ ഒരു പ്ലെയർ ദൂരം ചിലപ്പോൾ വരുമായിരിക്കും, നമ്മൾ മാത്രം ഒരു മുമ്പിൽ ഉണ്ടാവുള്ളൂ, പക്ഷെ ദൂരെ നിന്നായിരിക്കും വരുന്നത്. നമ്മൾ നേരെ ഓടിപ്പോയിട്ട് ആ ഒരു സ്ട്രൈക്കർ എടുക്കുക, നമ്മൾ ഓടിപ്പോയി ചെല്ലും ആ ബോൾ എടുക്കേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ബോൾ വന്നാൽ ഒന്നും വിട്ടാൽ തന്നെ പോസ്റ്റ് ആയിരിക്കില്ല. അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് സാധാരണ പുതിയൊരു ഡിഫൻഡേഴ്സിന് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓടിപ്പോയിട്ട് അവൻ അവിടെ പോയി പിടിക്കാൻ വെച്ചിട്ട് നേരെ പോയിട്ട് ഓടിപ്പോയി പിടിക്കും. ഓടിപ്പോകുന്ന സമയത്തോ നമ്മൾ കുറച്ച് അഗ്രസീവ് ആയതുകൊണ്ട് അദ്ദേഹം സിമ്പിളായിട്ട് നമ്മളെ കളിപ്പിക്കുന്നത്. നമ്മൾ ഓടിപ്പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഓടിപ്പോകുന്നത്, അദ്ദേഹത്തിന് പോയിട്ട് ബോൾ ടാക്കിൾ ചെയ്യേണ്ടിയിട്ട്. നമ്മൾ ടാക്കിൾ ചെയ്യാൻ അദ്ദേഹത്തിന് ഓടിപ്പോയിട്ട് അങ്ങോട്ട് പോയിട്ട് അപ്രോച്ച് ചെയ്ത് കാലിടുമ്പോൾ അദ്ദേഹം സിമ്പിളായിട്ട് നമ്മളെ ഡ്രിബിൾ ചെയ്ത് കടന്നു വന്ന് സുഖമായിട്ട്. പിന്നെ അവിടുന്ന് നമ്മൾ ഇത്ര ഈടുന്ന് അവിടം വരെ ഓടിപ്പോയതിൻ്റെ ആ ഒരു ഗതപ്പും അതിന് തിരിച്ചിങ്ങോട്ട് ഓടി വരേണ്ട ആ ഒരു ഇതും നമുക്ക് പറ്റൂല. നമ്മൾ അത്രയും സ്പീഡിൽ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അതേ സ്പീഡിൽ തിരിച്ചു വരാൻ നമുക്ക് പറ്റണമെന്നില്ല. സപ്പോസ് നമ്മൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ ആ പ്ലെയർ വരുന്ന നമുക്ക് വാച്ച് ചെയ്യാം, എങ്ങനെയാണ് കളിക്കേണ്ടത് നമുക്ക് നോക്കിക്കഴിഞ്ഞ് നമ്മൾ ഫുൾ എനർജിയിൽ ആ പ്ലെയർ ചിലപ്പോൾ എനർജി ലോസ് ചെയ്തിട്ട് വരുന്നുണ്ടാവും. അവിടെ നിന്ന് കളിച്ചായിരിക്കും വരുന്നുണ്ടാവും. നമ്മളിവിടെ അദ്ദേഹത്തിന് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഫുൾ എനർജിയിൽ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കാലിടാണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് എന്നിട്ട് അദ്ദേഹം എങ്ങനെയാണ് കളിക്കുന്നതെന്ന് വാച്ച് ചെയ്ത് അതിന് കണക്കായിട്ട് നമ്മൾ മൂവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഒരിക്കലും ഒരു പ്ലെയർ പോയി ടാക്കിൾ ചെയ്യാൻ പോരുത്. എന്നാ പറഞ്ഞാൽ അവർക്ക് ഇങ്ങോട്ടേക്കൊക്കെ വരണ്ടേ, നമ്മൾ വെറുതെ അങ്ങോട്ട് പോയിട്ട് തളരാൻ നിൽക്കരുത്. അവരിങ്ങോട്ട് വരുമ്പോൾ നമുക്ക് നോക്കിക്കോളാം. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ആദ്യം നിങ്ങൾ ഒരു ഡിഫൻഡറായിട്ട് നിങ്ങൾ കൊണ്ടുവരിക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു മാൻ മാർക്കിംഗ് ചെയ്യുന്ന ഒരു ഡിഫൻഡർ ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു ഡിഫൻഡർ, എൻ്റെ മുമ്പിൽ ഒരു സ്ട്രൈക്കർ ഉണ്ട്. ആ സ്ട്രൈക്കർ അവിടുന്ന് ബോൾ റിസീവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ എപ്പോഴും ആ ഒരു പ്ലെയറെ അധികം ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്ന സംഭവം അത് പ്ലെയറെ പോയിട്ട് അടുപ്പിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന പോലെ പോയി പറ്റി അങ്ങ് നിൽക്കുക. അപ്പോൾ നിൽക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു സ്ട്രൈക്കർ ആണെങ്കിൽ അവർക്ക് അത് അഡ്വാൻറ്റേജാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അവിടെ കൂടെ തന്നെ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് അറിയാം, നമ്മൾ തിരിഞ്ഞിരി നോക്കേണ്ട ആവശ്യമില്ല ഒരു ഡിഫൻഡർ ആയിട്ട് ബേക്കിലുള്ളതെന്ന്. നമ്മൾ കൂടെ തന്നെ ഉണ്ടല്ലോ, ബേക്കിൽ തന്നെ പറ്റി നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് കണക്കായിട്ട് അദ്ദേഹം ഒരു ചെറിയൊരു ഫേക്ക് ഇട്ടിട്ട് എന്നിട്ട് അതിന് കണക്കായിട്ട് അദ്ദേഹം മാറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെങ്കിൽ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും മനസ്സിലൊരു ഭയം ഉണ്ടാവും. എന്താ വെച്ചാൽ ഡിഫൻഡർ വേറെ മാറിപ്പോയോ എന്ന് പറഞ്ഞാൽ ബോളും ശ്രദ്ധിക്കണം, ഡിഫൻഡർ ശ്രദ്ധിക്കണം. അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു പോകില്ല. അഥവാ പെട്ടെന്ന് തിരിഞ്ഞു പോയാൽ തന്നെ നിങ്ങളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്, നിങ്ങൾ സഡനായിട്ട് തിരിഞ്ഞാൽ തന്നെ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബോൾ വേണമെങ്കിൽ ടാക്കിൾ ചെയ്യാനോ ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനോ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഒരിക്കലും ഒരാളെ പോയിട്ട് നേരെ പോയിട്ട് അടുത്ത് പോയി പറ്റിപ്പോയി നിൽക്കരുത്. ഇങ്ങനെ പിടിച്ചൊന്നും ടാക്കിൾ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഡിസ്റ്റൻസ് ചെക്ക് ചെയ്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമ്മൾ കണ്ണിൽ വെച്ചോളുക, എന്നിട്ട് നമ്മൾ കളിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ കടന്നിട്ടല്ലേ ആ ഒരു സ്ട്രൈക്കർ പോകേണ്ടത്. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിന്നാൽ മതി. മൂന്നാമെന്ന് വെച്ചാൽ നല്ലൊരു സ്കിൽഫുൾ പ്ലെയർ ആയിരിക്കും. ചിലപ്പോൾ അഗ്രസീവ് ആയിട്ട് ഭയങ്കര അടിപൊളി സ്കില്ലും ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് കിട്ടൂല. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്ക് നമ്മൾ സ്റ്റാൻഡ് ചെയ്ത് നിന്നോളുക, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് സ്റ്റാൻഡ് ചെയ്ത് നിന്നോളുക. അവരുടെ നമ്മൾ മുമ്പോട്ട് പോയിട്ട് കാലിടാൻ നിൽക്കരുത്. മുമ്പോട്ട് പോയിട്ട് കാലിടാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അവരെ ഡ്രിബിൾ ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്ന് നിങ്ങൾ ഏത് സമയം ടാക്കിൾ ചെയ്യേണ്ടത് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അദ്ദേഹത്തിന് ഡ്രിബിളിംഗ് ഒന്നും മൈൻഡ് ചെയ്യാണ്ട് കൂളായിട്ട് നമ്മൾ നിൽക്കുക. ഡ്രിബിൾ ചെയ്ത് ബോൾ മൂവായി പോകാൻ നോക്കുമ്പോൾ, നമ്മളെ കടന്ന് പോകാൻ നോക്കുമ്പോൾ നമുക്ക് അഡ്വാൻറ്റേജ് ആണെങ്കിൽ പ്ലെയറെ ഈ സൈഡ് കടന്ന പ്ലെയറെ മാർക്ക് ചെയ്ത് പ്ലെയറെ ഒരു സ്റ്റോപ്പ് ചെയ്ത് ബോളൊന്ന് വേണമെങ്കിൽ ടാക്കിൾ ചെയ്യാം. അഥവാ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പോകുന്നുണ്ടെങ്കിൽ സഡനായിട്ട് ഉള്ളിലേക്ക് റൺ ചെയ്ത് അദ്ദേഹത്തിന് മുമ്പിലേക്ക് ഓടിയെത്തി ബോൾ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ അദ്ദേഹത്തിന് അങ്ങോട്ട് പോയി നിങ്ങൾ കാലിടുവാണെങ്കിൽ കാലിടുമ്പം തന്നെ അറ്റ് എ ടൈം ഔട്ടാവുകയും ചെയ്യും, നിങ്ങൾക്ക് തിരിച്ചു പോകാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള പ്ലെയറെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, കൂളായിട്ട് നിൽക്കുക. ബോൾ ചിലപ്പോൾ അദ്ദേഹം തന്നെ സഡനായിട്ട് പോകുമ്പോൾ കുറച്ച് അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ സൈഡിൽ ഇട്ട് തരും. നമുക്ക് വേണമെങ്കിൽ ഡൈവ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ബോൾ വേണമെങ്കിൽ ടാക്കിൾ ചെയ്യാം. ഇല്ലാണ്ട് നമ്മൾ മുമ്പോട്ട് പോയിട്ട് ടാക്കിൾ ചെയ്താൽ അദ്ദേഹം എന്തായാലും എടുത്ത് കളിക്കും. ഞാൻ ഇന്നലെ സ്ട്രൈക്കേഴ്സിന് എന്തെല്ലാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് നേരെ ഏകദേശം ഉൾട്ട തന്നെ അത്. അപ്പോൾ ഒരു ഡിഫൻഡറായിട്ടും നിങ്ങൾ ഇതെല്ലാം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രൈക്കറെ നിങ്ങൾക്ക് നല്ലോണം ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ കാണാം.